അടുത്ത ചാൻസലറാകാൻ സാധ്യതയുള്ള ഫെഡറിക് മേഴ്സി കൊണ്ടുവന്ന കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള ബിൽ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ഡച്ച്ലാൻഡിന്റെ പിന്തുണയോടെ ജർമ്മൻ പാർലമെന്റ് തള്ളിക്കളഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടെ ആധുനിക ജർമ്മൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമം പാസ്സാക്കാനുള്ള സാധ്യതയാണ് ഒഴിവായത്. ബിൽ 338-നെതിരെ 350 വോട്ടുകൾക്കാണ് നിരസിക്കപ്പെട്ടത്. 5 എംപിമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ജർമ്മനിയിലെ യാഥാസ്ഥിതികരായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും കുടിയേറ്റ വിരുദ്ധ തീവ്ര വലതുപക്ഷ AfDയും മുന്നോട്ട് വെച്ച ബില്ലാണ് നേരിയ വോട്ടിന് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 23-ലെ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനെ നയിക്കാനിരിക്കുന്ന മേഴ്സ് ജർമ്മൻ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്റെ ബിൽ ആവശ്യമാണെന്ന് പറഞ്ഞു. ജനാധിപത്യത്തെക്കുറിച്ച് ആശങ്കയുള്ള നിരവധി പേരുണ്ട്. എന്നാൽ ഈ രാജ്യത്തെ സുരക്ഷയെയും ക്രമസമാധാനത്തെയും കുറിച്ച് ആശങ്കയുള്ളവരും നല്ല തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സർക്കാർ തകർന്നതിനാൽ ഫെബ്രുവരി 23-ന് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പ്രതിപക്ഷ നേതാവ് ഫെഡറിക് മേഴ്സ് തന്റെ പ്രചാരണത്തിൽ കർശനമായ കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കണമെന്നാണ് വാദിക്കുന്നത്. ജർമ്മനിയിലെ കത്തിക്കുത്ത് ആക്രമണത്തിന് പിന്നാലെയാണ് കുടിയേറ്റക്കാർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നത്. ഫെബ്രുവരി 23-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖ്യത്തിന് ശക്തമായ ലീഡുള്ള ചാൻസലർ സ്ഥാനാർത്ഥിയുമായ മേഴ്സ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും അതിർത്തി നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്നും പറഞ്ഞു. ജർമ്മൻ കുടിയേറ്റ ചർച്ച ഭയാനകമാണെന്ന് ഇടത് പാർട്ടി സ്ഥാനാർത്ഥി വിശേഷിപ്പിച്ചു. 2 വയസ്സുള്ള ആൺകുട്ടിയെ കുത്തിക്കൊല്ലുകയും ഇത് തടയാൻ ശ്രമിച്ച 41-കാരനെയും കത്തിക്കിരയാക്കിയ അനധികൃത കുടിയേറ്റക്കാരനായ അഫ്ഗാൻ അഭയാർത്ഥിയുടെ ചേരിയെ തുടർന്നാണ് കടുത്ത കുടിയേറ്റ നയം വേണമെന്ന ആവശ്യം ഉരുത്തിരിഞ്ഞു വന്നത്. ക്രമരഹിതമായ കുടിയേറ്റം തടയാൻ കൂടുതൽ നടപടി വേണമെന്നാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. സർക്കാരിന്റെ കുടിയേറ്റ നയത്തെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് അനുകൂലിക്കുകയാണ് പലപ്പോഴും ചെയ്തിരുന്നത്. രാജ്യത്തെ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായാണ് കുടിയേറ്റത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. അതേസമയം ജർമ്മൻ സർക്കാരിന്റെ തകർച്ച ജർമ്മനിയുടെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ട് വലിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2025-ലെ സാമ്പത്തിക വളർച്ചാ പ്രവചനം 1.1-ൽ നിന്ന് 0.3% കുറഞ്ഞിരിക്കുകയാണ്. 2 വർഷത്തെ മന്ദത തുറന്ന് ജർമ്മനിയുടെ മോശം സാമ്പത്തിക പ്രകടനം ഈ വർഷവും നീളുമെന്നാണ് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കുന്നത്.